ഹായ്, ഒരു സാധാരണ വീട് പണിയുടെ ഒരു കരിങ്കല്ലിൻ്റെ പടവ് മുതൽ അതിൻ്റെ ഇൻറ്റീരിയർ വർക്ക് വരെ ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ ഓരോ കണ്ടൻറ്റാണ് കേട്ടോ. ഒരു കാര്യം വ്യത്യസ്തമാകുമ്പോഴാണല്ലോ അതൊരു കണ്ടൻറ്റായി മാറുന്നത്. പക്ഷേ ഞങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഒരു കണ്ടൻറ്റാണ്. കാരണം ഞങ്ങൾ ചെയ്യുന്ന ഈ ഒരു വർക്കാണെങ്കിലും എന്താണെങ്കിലും വേറെ ആരും ചെയ്യുന്നില്ല, അത് ഞങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് കണ്ടൻറ്റിന് ഒരു ക്ഷാമവുമില്ല. പക്ഷേ അത് വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തിടാനുള്ള ബുദ്ധിമുട്ടും ടൈമില്ലായ്മയും മാത്രമേ ഉള്ളൂ. കാരണം നമ്മളിതൊരു വെറൈറ്റി ആയിട്ട് ഒരു പാറയുടെ മുകളിൽ മൂന്നാറിൽ ചെയ്തിരിക്കുന്ന ഒരു കുഞ്ഞു വീടാണ് കേട്ടോ. ഇത് മൂന്നാറിൽ മാങ്കുളത്ത് ഞങ്ങളൊരു റിസോർട്ട് ചെയ്യാനായിട്ട് പോയതാണ്. അപ്പോൾ അതൊരു 7-7.5 ഏക്കർ ഭൂമിയായിരുന്നു. അതിൻ്റെ തൊട്ടടുത്തുള്ളൊരു പാറയാണത്. അപ്പോൾ മനോഹരന് ഇങ്ങനെ തോന്നി അതിൻ്റെ മുകളിൽ. മനോഹരൻ ഒരുപാട് നാളായിട്ട് പറയുന്നുണ്ട് പാറയുടെ മുകളിലൊരു വീട് വെക്കണമെന്ന്. അപ്പോൾ അങ്ങനെ ഒത്തിരി പാറ കിട്ടി. അപ്പോൾ ഞങ്ങൾ അവിടെ ഒരു ചെറിയൊരു വീട് വെച്ചതാണ് കേട്ടോ. അത് ഞങ്ങൾക്കും അതേപോലെ ഞങ്ങളുടെ ക്ലൈൻറ്റ് മുസ്തഫാക്കയും അവരുടെ ഫാമിലി വന്നാൽ മാത്രമാണ് ഇത് നിൽക്കുക. ഇത് നമ്മൾ പുറത്ത് കൊടുക്കുന്നതല്ല കേട്ടോ. അമ്മ പറഞ്ഞ പോലെ വീട് മാത്രമല്ല കേട്ടോ പുറത്ത് കൊടുക്കാത്ത, ഇതുപോലത്തെ പാറയുടെ മുകളിലുള്ള വർക്കും ഞാൻ പുറത്തെടുക്കണില്ല എന്നുള്ളത് ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ ഒരു വീഡിയോ നമ്മൾ മുന്നിട്ടപ്പോൾ നമ്മളെ ഫോളോവേഴ്സ് കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ ഇതിനെക്കുറിച്ചിട്ട് അന്വേഷിക്കാറുണ്ടായിരുന്നു. പാറയുടെ മുകളിലത്തെ വീട് എന്തായി, സത്യാവസ്ഥയിൽ സംഭവിച്ചെന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ അച്ഛൻ മരിച്ചത്. അങ്ങനെ അച്ഛൻ മരിച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഈ സൈറ്റിലേക്ക് പോയിട്ടില്ല. കാരണം അവിടുത്തെ ചുമരിൻ്റെ വർക്ക് കഴിഞ്ഞ് നടക്കുകയാണ്. മൂന്നാറായ കാരണം കൊണ്ട്, മഴ കാരണം കൊണ്ട് മെയിൻ സ്ലാബ് ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതേപോലെ തന്നെ മെയിൻ സ്ലാബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു വലിയൊരു റിട്ടേൺ വാൾ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ അവിടേക്ക് വണ്ടി ഇറങ്ങാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അച്ഛൻ മരിച്ചതിന് ശേഷം ഇപ്പോൾ മാസങ്ങളായില്ലേ, 1.5 മാസമായി. ഇപ്പോഴാണ് പോണത്. ഈ ഒരു സ്റ്റേജിലായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മളെ ആ ഒരു എന്താണെന്നതിന് പറയുക, റിസോർട്ട് എന്ന് വേണമെങ്കിൽ റിസോർട്ട് എന്ന് പറയാം. കാരണം അതിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ കാണുന്ന റിസോർട്ടിൽ താമസിക്കണമെന്നുണ്ടെങ്കിൽ പെർ ഡേ 10,000 രൂപയാണ്. അതായത് എന്നെ അമ്മൂനെ സംബന്ധിച്ച് ഞങ്ങൾ പോകണു, കടന്നുറങ്ങി രാവിലെ നീച്ച് പോരുന്നതിന് ഞങ്ങൾക്ക് 10,000 കൊടുക്കണം. പിന്നെ നേരത്തെ അമ്മ പറഞ്ഞ പോലെ ഇതാണ് ഈ കാണുന്ന പാറ ഉണ്ടല്ലോ. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് പാറയുടെ ഒരു വലിപ്പം ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. ശരിക്കും ഈ പാറയുടെ മുകളിൽ ഇത്രയും ചെറിയതല്ല, അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു വീട് തന്നെ വേണമെങ്കിൽ വെക്കാം കേട്ടോ. ഒരുപാട് സ്ഥലത്ത് ഇതേപോലത്തെ പാറകളും ഇതൊക്കെ അല്ലേ ആൾക്കാർ ബുദ്ധിമുട്ടായിട്ട് പൊട്ടിച്ച് കളയാനും ഇതിനൊക്കെ ശ്രമിക്കുന്നുണ്ടാവും. ശരിക്ക് നമുക്ക് ഒഴിവില്ല എന്നുള്ളത് പറഞ്ഞത് സത്യം. പക്ഷേ ഒരു എന്നെപ്പോലത്തെ ഒരാൾക്ക് സുഖമായിട്ട് ഇങ്ങനത്തെ പാറയുടെ മുകളിലൊക്കെ നല്ല രീതിയിൽ നല്ല ഉറപ്പോട് കൂടിയിട്ടുള്ള വീട് വെക്കാൻ പറ്റും. ഞാനത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും തള്ളുകയാണെന്ന്. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളെ കണ്ണിൻ്റെ മുന്നിലുണ്ടായിരിക്കും ഇതായിരുന്നു ആ പാറയുടെ അവസ്ഥ. ഇപ്പം ഇങ്ങനെ ആ പാറ കിടക്കുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് ഒരാൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു ആശയം തോന്നില്ല. തോന്നുമോ? നിനക്കാണെങ്കിൽ തോന്നുമോ? നിന്നോട് ഞാൻ ഫസ്റ്റ് ഇങ്ങനെ പറഞ്ഞു ഈ പാറയുടെ മുകളിൽ നമുക്കൊരു ചെറിയ ഈ പാറ ഇങ്ങനെ മുഴച്ചൊക്കെ നിൽക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഇതിൻ്റെ മുകളിൽ നമുക്ക് താമസിക്കാനൊരു റൂം ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ചിലപ്പോൾ നിനക്ക് ഐഡിയ കിട്ടിയിട്ടുണ്ടാവില്ല ഇതെങ്ങനെയാണ് ചെയ്യാൻ പോകണമെന്നോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇത് ഞാൻ മുന്നിട്ട വീഡിയോസിലും കാര്യങ്ങളിലൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾ പാറയിൽ ഡ്രില്ല് ചെയ്ത് അവിടുന്ന് കമ്പിയെല്ലാം കൊടുന്നിട്ടാണ് നമ്മളിതിൻ്റെ ബേസ്മെൻറ്റിൻ്റെ ഒക്കെ അത്യാവശ്യം നല്ല റിസ്ക് ഉള്ളൊരു ജോബാണ്. നേരത്തെ അമ്മ പറഞ്ഞ പോലത്തെ കണ്ടൻറ്റ് അടിയിൽ മറ്റേ കരിങ്കല്ല് പടവിന് 2 കല്ല് വെക്കണതും അതേപോലെ തന്നെ സാധാരണ കല്ല് കെട്ടുമ്പോൾ ഇടുന്ന വീഡിയോസും അല്ലെങ്കിൽ ഇപ്പോൾ പ്ലാസ്റ്ററിങ്ങുകാർ ഇടുന്ന വീഡിയോസും അങ്ങനത്തെ ഒരു പണിയല്ല ഇത്. ഇതൊരു വെറൈറ്റി പണിയാണ്. കാരണം ഇതിന് നല്ല റിസ്ക് എടുക്കണം. ഒന്നാമത്തെ കാര്യം ഇങ്ങനത്തെ ഒരു പാറ കാണുമ്പോൾ തന്നെ നമ്മൾ ആ പാറയുടെ മുകളിൽ നമുക്ക് വ്യക്തമായിട്ടൊരു ഐഡിയ ഉണ്ടായിരിക്കണം അല്ലേ, എങ്ങനെ ചെയ്തെടുക്കണം. കാരണം പൈസ ചിലവാക്കിയിട്ട് ചെയ്യാം. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ രീതിയിൽ സാധാരണ ഒരുപാട് വർഷങ്ങളായിട്ട് ആൾക്കാർ ചെയ്തു വരുന്ന കൺസ്ട്രക്ഷൻ രീതിയിൽ ഇപ്പോൾ 2 കല്ല് വയ്ക്കുമ്പോൾ അതൊരു വീഡിയോ എടുത്തിട്ട് അതൊരു കണ്ടൻ്റ് ആക്കുക. അത് കാണാനും ആൾക്കാരുണ്ട്, അത് വേറെ കാര്യം. നമ്മളെ വീഡിയോസാണ് കാണാൻ ആളില്ലാത്തത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ റിസ്ക് എടുക്കണം എന്ന് പറഞ്ഞത്. ഇപ്പം താഴത്തുനിന്ന് നിങ്ങൾ ആ വീഡിയോ എടുക്കുമ്പോൾ ഇപ്പോൾ വർക്ക് കഴിഞ്ഞിട്ട് ഞാൻ ആ വീഡിയോ എടുത്ത് അമ്മ ഓർമ്മ ഉണ്ടോ? ഇപ്പം വൈകുന്നേരം പോയത് കാരണം ഇങ്ങനെയാണ് ആ പാറ നിൽക്കണത്. അപ്പോൾ ഈ പാറയുടെ മുകളിൽ എനിക്കവിടെ നിൽക്കാൻ പറ്റുമോ വെച്ച് കഴിഞ്ഞാൽ നിൽക്കാൻ പറ്റില്ല. കാരണം അവിടുന്ന് നേരെ സ്ലിപ്പായി കഴിഞ്ഞാൽ ഒരുപാട് ഡെപ്തിലേക്ക് വീഴും. അപ്പോൾ പണിക്കാരെ വെച്ചിട്ട് അവിടെ പണിയെടുപ്പിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സ് നമ്മളെ കയ്യിലും ഇല്ല. നമുക്ക് ആശയം ഐഡിയ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ റിസ്ക് ഞാൻ സ്വന്തമായിട്ട് ഏറ്റെടുത്തിട്ട് ചെയ്യുകൊണ്ടാണ് ഞാനിത് പുറത്തൊരാൾക്ക് ചെയ്തു കൊടുക്കണില്ല എന്നുള്ളത് പറയാനുള്ള കാരണം ഇങ്ങനത്തെ പാറയുടെ മുകളിൽ വീട് വെക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ അവിടെ പോയി നിൽക്കേണ്ടി വരും. അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ പിള്ളേർ ഇപ്പോൾ നമ്മൾ ചുമര് വെക്കണം അതേപോലെ അവർ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്തു കൊടുക്കണേ കൊണ്ട് നല്ല കാര്യമാണ്. കാരണം ഒരു വെറൈറ്റി വർക്കുകളായിരിക്കും നമുക്ക് ഭാവിയിൽ ഇനി കിട്ടാൻ പോണത്. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ
ഇങ്ങനത്തെ ഒരു വർക്ക് ഞാൻ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഞാൻ അവിടെ ഫുൾ ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനുള്ള സമയം എനിക്കില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനത്തെ പാറയുടെ വർക്കിന് ഇനി ആരും വിളിക്കേണ്ടതെന്ന് പറയുന്നത്. കാരണം നമ്മൾ ഓരോ വീഡിയോസ് കാണുമ്പോൾ ആ വർക്കിന് ഇഷ്ടം പോലെ ആൾക്കാർ വിളിക്കാറുണ്ട്. ഈ വീഡിയോ ഒക്കെ ഞാൻ ഇതിൻ്റെ മുന്നേ ഇട്ടതാണ് കേട്ടോ. ഇതിപ്പോൾ രണ്ടാമത് ഇതിൽ ആഡ് ചെയ്യാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് കണ്ടൊരു വീഡിയോ കാണുമ്പോൾ ഇവർക്ക് മനസ്സിലാവില്ല ഇതിപ്പോൾ എന്താ ഇത്ര വലിയ പണി, ഈ പാറയുടെ മുകളിൽ ഇപ്പോൾ കെട്ടിയിട്ടാണ് കേട്ടോ അമ്മനോട്ടോ നിൽക്കണത്. അതായത് നമുക്കിവിടെ സേഫ്റ്റി ബെൽറ്റും കാര്യങ്ങളൊന്നും സെറ്റപ്പിൽ ആ സമയത്ത് ഇല്ലാത്തതുകൊണ്ട്. പിന്നെ ഈ ഇങ്ങനത്തെ വർക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതൊരു ടൈമും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമ്മളൊരു വേറൊരു പ്രൊജക്റ്റ് ചെയ്യാൻ പോയതാണ്. അപ്പോൾ ഇതിൽ വീഡിയോസിൽ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഈ ഒരു വർക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് ചെയ്യണതാണ്. അപ്പോൾ നമ്മൾ ഹാർഡ് വർക്ക് എടുത്തിട്ട് ആണ്ട് ഇറങ്ങി തിരിച്ചാൽ മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ വർക്കുകളൊക്കെ ഒറ്റ ദിവസം കൊണ്ട് തീർക്കാൻ പറ്റുക. അതിന് രാത്രി പകലൊന്നുമില്ല അല്ലേ. ഇത് ഒറ്റ ദിവസം കൊണ്ടാണ് മറ്റേ ഇതെല്ലാം അടിച്ചിന്ന് വൈകുന്നേരം തന്നെ കമ്പി കെട്ടിയിട്ട് ഇന്ന് രാത്രി ഫുള്ള് കോൺക്രീറ്റ് ചെയ്തിട്ട് ബേസ് ആക്കിയിട്ടാണ് പിന്നെ നമ്മൾ അടുത്ത ദിവസത്തേക്ക് തുടങ്ങണത്. അപ്പുറത്ത് ഓൾറെഡി നമ്മൾ നോർമൽ കൺസ്ട്രക്ഷൻ അപ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് നമ്മൾ പണിയാൻ പോയ വില്ല പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ കണ്ടില്ലേ ഈ ഒരു സമയം മൂന്നാർ പോലത്തെ ഒരു സ്ഥലത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ ഇങ്ങനെ നിർബന്ധിച്ച്, കാരണം തണുപ്പ്, മഴ, ഒരുപാട് പ്രതിസന്ധികളൊക്കെ തരണം ചെയ്ത് നമ്മളും അവരെ കൂടെ തന്നെ നിന്ന് ഒന്നാമത്തെ കാര്യം ഇങ്ങനത്തെ വർക്കുകളൊന്നും അവർക്ക് പറഞ്ഞു കൊടുക്കാണ്ട്. കാരണം ഇതിനൊരു ആസ് പെർ മെഷർമെൻറ്റ് പോലും ഇല്ല. നമ്മൾ പാറ എങ്ങനെയാണോ കെട്ടുന്നത്, ഏത് സൈസിലാണോ കെട്ടുന്നത്, സാധാരണ ഇപ്പോൾ നിങ്ങൾ ചെയ്യണ പോലെ ഒരു എഞ്ചിനീയറെ കണ്ട് പ്ലാൻ വരച്ച് അതിനൊരു എലിവേഷൻ ഉണ്ടാക്കി ഇതിൻ്റെ ബേസ്മെൻറ്റിന് എത്ര ഡെപ്ത് വേണം അങ്ങനത്തെ കാര്യങ്ങളൊന്നും നോക്കിയിട്ടല്ലല്ലോ നമ്മൾ ഈ പാറയുടെ പുറത്ത് ഇങ്ങനത്തെ ഒരു ടോപ്പ് ആദ്യം സെറ്റ് ചെയ്യണം. ഇനിയിപ്പോൾ ഈ ടോപ്പ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈസിയാണോ? ആ ടോപ്പ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനും കൂടുതൽ റിസ്ക്കാണ്. കാരണം ഇനിയാണ് ഈ ചുമര് വെക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ റിസ്ക്. പ്രത്യേകിച്ച് നമ്മളെ രീതിയിൽ ചുമര് വെക്കുമ്പോൾ കണ്ടില്ല, ഈ ഒരു ചുമര് വെക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ടൊരു സ്കഫ് ഫോൾഡിങ് ഇടാനുള്ള സ്പേസും കൂടി അപ്പുറമില്ല. അപ്പോൾ നമുക്ക് ആ പുറത്തത്തെ ഡീഷട്ടറിങ് ചെയ്യാനൊക്കെ ആയിട്ട് ഇതിൻ്റെയൊക്കെ ഫ്രണ്ടത്തെ, അതായത് ഓപ്പോസിറ്റ് സൈഡത്തെ ആ ചുമരും പില്ലറൊക്കെ വയ്ക്കുക എന്ന് പറഞ്ഞത് വൺ ടാസ്ക് ആയിരുന്നു. കാരണം എനിക്ക് തന്നെ പേടി വന്ന സമയമാണ്. സ്ലിപ്പായി കഴിഞ്ഞാൽ ഞാൻ താഴെ പോകും, അത് 100% ഉറപ്പാണ്. പാറയാണ്, പിന്നെ അത്യാവശ്യം മഴ ഉണ്ട്, പിന്നെ നമ്മൾ ഈ വർക്ക് ചെയ്യണത് ഈ ഷീറ്റിൻ്റെ മുകളിൽ ഓയിൽ കാര്യങ്ങൾ, ഇതിൻ്റെ മുകളിൽ തന്നെ നടന്നു വരാൻ അമ്മൂന് തന്നെ ഇതിൻ്റെ ഇപ്പോഴത്തെ സ്റ്റേജിലാവും എനിക്ക് മുകളിലേക്ക് വരാൻ ഒന്നും കൂടി ഈസി ആയത്. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഈ ഒരു സ്റ്റേജിലൊന്നും എനിക്ക് ഇതിൻ്റെ മുകളിലേക്ക് കയറാൻ കുറച്ച് ധൈര്യം കമ്മി ഉണ്ടാവും. അങ്ങനെ അധികം ധൈര്യം കമ്മിയില്ല. കാരണം ഇതിൻ്റെ റൂഫിങ് എല്ലാം ചെയ്തിട്ട് ഞങ്ങളും കുട്ടികളും എല്ലാവരും ഒരു ദിവസം വന്ന് ഇവിടെ കിടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെങ്ങനെയാ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കട്ടപ്പന സൈറ്റിലെല്ലാം പോയി ഏകദേശം ഒരു 10-11 മണിയൊക്കെ ആയി ഈ സൈറ്റിലെത്തിയപ്പോൾ. 12 മണി കഴിഞ്ഞു ഞങ്ങൾ ഈ സൈറ്റിലെത്തി. എന്നിട്ട് ഇപ്പോൾ ഈ കാണുന്ന സ്ഥലത്ത് ഞങ്ങൾ വിരിച്ച് ഞങ്ങൾ 4 പിള്ളേരും ഞാനും അമ്മമ്പാടെ ഒന്ന് കടന്ന് ഏകദേശം കടന്നൊരു 1 hour കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ മരിച്ചു പറഞ്ഞിട്ട് ഫോൺ വന്നത്. അതിൻ്റെ 2 ദിവസം മുന്നെയാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങോട്ട് വന്നത് കേട്ടോ. അപ്പോൾ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ 2 ദിവസം കൊണ്ട് തന്നെ പെട്ടെന്ന് അച്ഛൻ മരിച്ചു. കാരണം ആ പിള്ളേർക്കൊക്കെ ഈ റിസോർട്ടിൻ്റെ ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ അന്ന് രാത്രി തന്നെ കാണുമ്പോൾ അവർക്ക് ഫുൾ വൈബ് ആയിരുന്നു. പിന്നെ ആകെയുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ തണുപ്പ് അൺസൈക്കബിളാണ്, ഭയങ്കര തണുപ്പാണ്. കാരണം ഇതിന് ഇനി ഗ്ലാസിൻ്റെ വർക്കുകളൊക്കെ ചെയ്യാനുണ്ട്. ഇതിപ്പോൾ ഫുൾ കവേർഡ് ആയിട്ടില്ലല്ലോ. അതായത് ഈ വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആ സൈഡത്തെ നമ്മൾ ഭിത്തികൾ വെച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ എല്ലാം ഇപ്പോൾ ഈ അമ്മ ഇരിക്കണ ഈ ഒരു ഏരിയ എല്ലാം ഗ്ലാസ് വെച്ചിട്ട് ചെയ്യാനുള്ളതാണ്. ഇപ്പോൾ ഫസ്റ്റ് നിങ്ങൾ കണ്ട ബേസ്മെൻറ്റിനേക്കാളും പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ അമ്മ ഇരിക്കണ ഒരു സ്പേസ് കേട്ടോ. പിന്നെ ഈ കാണിക്കുന്നത് ലക്ഷ്മി എസ്റ്റേറ്റ് അല്ലേ, അതായത് അവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ തേയിലത്തോട്ടം, അതിൽ പോണ ബസ്സുകളും കാര്യങ്ങളൊക്കെ കാണാം. നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഇതൊരു വലിയ റിസോർട്ടാണ്, അതിൻ്റെ പേര് ഞാൻ മറന്നു, നമുക്ക് ഓർമ്മ ഉണ്ടോ? ഇല്ല, അങ്ങനെ നല്ല വൈബാണ്. പിന്നെ ഇത് കണ്ടോ, അമ്മൂനുള്ള കിച്ചണാണ്, സിങ്ക് എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. ക്ലോസറ്റ് വെച്ചിട്ടുണ്ട് നമ്മൾ. ബാത്റൂമിൻ്റെയും വർക്ക് കഴിഞ്ഞതാണ്. ബാത്റൂമും ക്ലോസറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ടൈൽസിൻ്റെ വർക്ക്, സത്യം പറഞ്ഞാൽ ചെറിയൊരു വർക്കും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സുഖമായിട്ട് അവിടെ സ്റ്റേ ചെയ്യാം. ഇപ്പം ഞങ്ങൾ ഈ വീഡിയോ വോയിസ് ഓവർ കൊടുക്കുമ്പോഴും ഇപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ കട്ടപ്പനയിൽ വന്നിട്ടാണ് ഇത് വോയിസ് ഓവർ കൊടുക്കുന്നത്. ഇന്ന് രാവിലെ കാന്തല്ലൂരായിരുന്നു, ഇന്നലെ ഞങ്ങൾ മൂന്നാറായിരുന്നു സ്റ്റേ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ ഞങ്ങൾ എന്തിനാണ് ഇത്രയും റിസ്ക് എടുത്തിട്ട് അത് ചെയ്യണമെന്നുള്ളത്. കാരണം ഓരോ ദിവസം 3000-3500 രൂപ ഞങ്ങൾ ഹോട്ടലിൽ ഓൾറെഡി സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കോട്ടയത്തുനിന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ ഈ 2 സൈറ്റിലേക്ക് കവർ ചെയ്യാൻ പറ്റില്ല. നേരെ മറിച്ച് മൂന്നാറിലാണെന്നുണ്ടെങ്കിൽ 50 കിലോമീറ്റർ കാന്തല്ലൂർക്കും 50 കിലോമീറ്റർ കട്ടപ്പനയ്ക്കും മിഡിലാണ്, ഞങ്ങൾക്ക് വേണമെങ്കിൽ പോയി വരാൻ പറ്റും. അതുകൊണ്ടൊക്കെയാണ് കേട്ടോ ഞങ്ങൾ ഇത്രയും റിസ്ക് എടുത്തിട്ട് അത് ചെയ്യണത്. പിന്നെ നമുക്ക് ഇന്നല്ലല്ലോ, ഒരുപാട് സമയത്ത് പ്രൊജക്റ്റ് ഉണ്ടാവും. ഇപ്പോൾ ഇതിൽ തന്നെ ഇപ്പം ഞങ്ങൾ ചെയ്യാൻ പോണ വില്ലയിൽ 37 വില്ലയ്ക്ക് പെർമിറ്റ് ഉള്ളതാണ്. എവിടെ? മൂന്നാറിൽ. ഇതിപ്പോൾ ഫസ്റ്റത്തെയാണ് നമ്മൾ ചെയ്യാനുള്ളത്. മുസ്താഫാക്ക തന്നെ നമ്മൾ ഇതാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ഇതുകൊണ്ടാണ് അവർക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാൻ അവർ റെഡിയാണ്.
അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ മാത്രം വില്ല ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മൾക്ക് ആ റൂം സ്റ്റേ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇതിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് നമ്മൾ ഈ വർക്ക് കഴിഞ്ഞിട്ട് ഇപ്പോൾ ആ അച്ഛൻ മരിക്കണ സമയത്താണ് ഇതിൻ്റെ ചുമര് കഴിഞ്ഞത്. 2 മാസത്തോളമായി. നേരത്തെ പറഞ്ഞ പോലെ മഴയും കാരണങ്ങളൊക്കെ കൊണ്ട് നമുക്കതിൻ്റെ മെയിൻ സ്ലാബ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ബാക്ക് സൈഡിൽ റിട്ടേൺ വാൾ ചെയ്യാനുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഇങ്ങനത്തെ ഒരു വ്യൂ കാണുമ്പോൾ നിങ്ങൾക്കിത് എന്താണെന്ന് മനസ്സിലാവില്ല. കാരണം റിസോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട് സൈഡിൽ കാണുമ്പോൾ ഫുൾ ഓപ്പണിങ്ങൊക്കെ കാണുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഇത് കട റൂമാണെന്ന്. പല വീടുകളും നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ കട റൂമാണെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ. നമ്മൾ മാത്യു സാറിൻ്റെ വീടടക്കം ഇങ്ങനെ നീളത്തിൽ കാണുമ്പോൾ പല ആൾക്കാർക്കും ഇപ്പോൾ നാൾ വയനാട്ടിലത്തെ വീടും വീഡിയോ ഇട്ടപ്പോൾ ചോദിച്ചു ഇതെന്താ പകുതിയായിട്ട് ചെയ്യണമെന്ന്. ഞാൻ ഇതാണ് പറഞ്ഞത്, ഇങ്ങനെ കാണുമ്പോൾ വിചാരിക്കേ ഇത് ഇങ്ങനെ എന്താണ്. അപ്പോൾ ഷട്ടറല്ല അത്, അത്രയും വ്യൂ പുറത്തേക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അതായത് ബെഡ്റൂം എന്നാണെന്നുണ്ടെങ്കിലും ഒരു ബെഡ്റൂമും ലിവിങ്ങുമാണ്, രണ്ടൊന്നും വലിയ ഗ്ലാസ് കൊടുത്തിട്ട് പുറത്തുള്ള വ്യൂ കാണാനാണ്. കാരണം റിസോർട്ടിലെ ആൾക്കാർ പോയി താമസിക്കുന്നത് വ്യൂ കാണാനാണല്ലോ. 4 ചുമരിൻ്റെ ഉള്ളിൽ അടച്ചുപൂട്ടി ഇരിക്കാൻ ആർക്കും താല്പര്യം ഉണ്ടായിരിക്കില്ല. പിന്നെ വീഡിയോ ഇത്രേ ക്ലിയർ ഉണ്ടാവുള്ളൂ. ഏകദേശം 6:30-6:45 മണിക്ക് എടുത്തത്. അതുകൊണ്ടാണ് കേട്ടോ. അടുത്ത് ഇനി നന്നായിട്ട് എടുക്കാം.